ഹായ്, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗത്ത് ഇന്ത്യൻസിന്റെ ഒരു സൂപ്പർ ഫുഡ് വിഭാഗത്തിൽ പെടുന്ന ഒരു കർഡ് റൈസ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ കർഡ് റൈസ് മിക്കവാറും പേര് ഉണ്ടാക്കുന്നതായിരിക്കും. അത് നമുക്കറിയാം, കർഡ് റൈസിന്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർഡ് ആയതുകൊണ്ട് അതില് കാൽസ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ മറ്റ് ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് സമ്മറിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സൂപ്പർ കൂളന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കർഡ് റൈസ്. ഡെയിലി ഒരു പ്രാവശ്യമൊക്കെ കഴിക്കുന്നത് നല്ലതുമാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും പേര് കർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അതില് ചിലപ്പോൾ ഹാർഡായിട്ട് വരും എന്ന് പറയും. എത്ര നമ്മൾ മാഷ് ചെയ്തിട്ട് ചെയ്താലും തൈര് ഒഴിക്കുമ്പോൾ ഹാർഡാവും. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങനെ വരാണ്ടിരിക്കാനുള്ള നല്ല ടിപ്സും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് ബസ്മതി റൈസ് ആണ്. അത് കഴുകി നല്ല വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ കർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ബസ്മതി റൈസ് വേണമെങ്കിൽ എടുക്കാം. എപ്പോഴും വൈറ്റ് റൈസ് ആയിരിക്കും കൂടുതലും നന്നായിട്ട് വരിക. പച്ചരി എടുക്കാം. ഇനി വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. പകുതി പച്ചരിയും പകുതി ബ്രൗൺ റൈസും. പിന്നെ ഇത് വേറെ സംഭവങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കും ചെയ്യണം. അതായത് ഓട്സ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഇത് ഉണ്ടാക്കാം. ഇതുപോലെ കർഡ് റൈസ് പോലെ നമുക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. 1/2 കപ്പ് ബസ്മതി റൈസ് എടുത്തപ്പോൾ നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ 1.5 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 1 കപ്പ് തൊട്ട് 1.5 കപ്പ് വരെ തൈരാവാം. ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കടുക് 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, 1 ടീസ്പൂൺ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് വേണം. അത് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഞാൻ. 1 വറ്റൽമുളക്, പിന്നെ കുറച്ച് കായപ്പൊടി. അപ്പൊ റൈസ് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കാൻ പോണത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പൊ ഞാൻ ആദ്യം റൈസ് നമ്മൾ കുക്കറിലേക്ക് ഇടാം. 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുക്കർ നമുക്കൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2-3 വിസിൽ, അതായത് ഓരോരുത്തരെ കുക്കർ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും കേട്ടോ. അപ്പൊ അരി എന്തായാലും നന്നായിട്ട് നമുക്ക് വേവണം കേട്ടോ. അപ്പൊ ഒരു 3 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രിപ്പറേഷൻ. അപ്പൊ കുക്കർ ഒരു 2-3 വിസിലൊക്കെ അടയ്ക്കണം കേട്ടോ. ഇനി ഈ സമയത്ത് തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഈ ചൂട്ടോട് കൂടി തന്നെ ഉടച്ചു കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ഒന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. ഈ ഉടച്ച റൈസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൂളാവാൻ വേണ്ടി വെക്കണം. കൂളായിട്ട് മാത്രമേ നമ്മൾ കർഡ് ഒഴിക്കാവൂ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ചൂട് ചോറിലേക്ക് ഒരിക്കലും തണുത്ത തൈര് ഒഴിക്കാൻ പാടില്ല എന്നാ പറയാം. ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ തണുത്ത തൈര് ഒഴിക്കുമ്പോൾ ആ തൈര് ഒന്ന് കൊയാബിലിറ്റി ചെയ്യും. അതായത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞു വരും. അപ്പൊ അത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ കർഡ് റൈസിന്. പിന്നെ ആയുർവേദ വിധി പ്രകാരം അവിടെയും പറയുന്നുണ്ട് പല ദോഷങ്ങളാണ്. അതായത് ചൂട് ചോറിലേക്ക് തണുത്ത തൈര് ഒഴിച്ചിട്ട് ഒരിക്കലും കഴിക്കരുത് എന്ന് പറയും. പിന്നെ വേറൊരു കാര്യം, നമ്മള് ഇത് മാഷ് ചെയ്യാണ്ട് നമ്മള് ചോറിലേക്ക് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഉടയ്ക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഷ് ചെയ്യാണ്ട് നമ്മള് തണുത്ത തൈര് ഒഴിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് ചോറ് ഹാർഡായിട്ട് പോകും. അപ്പൊ ചൂടാറാൻ പറഞ്ഞതിന്റെ കാരണം അതാണ് കേട്ടോ. ചൂടാറുന്നതിന് മുമ്പ് നന്നായിട്ട് ചോറ് ഉടച്ചും കൊടുക്കണം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് കൂളായതിനു ശേഷമാണ് നമ്മൾ ടെമ്പർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ
അപ്പൊ നമ്മുടെ ചോറ് നന്നായിട്ട് കൂളായിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോ ലഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോ രാവിലെ പ്രിപ്പയർ ചെയ്യണം. ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഒരു സൂത്രമുണ്ട്. നല്ല ബോയിൽ ചെയ്ത പാല് നമ്മൾ ചോറിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം കേർഡ് നമ്മൾ അത് കൂളായതിനു ശേഷം കേർഡ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെമ്പർ ചെയ്ത് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ കർഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോറാണെങ്കിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കർഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആണ്. ടെമ്പിൾ സ്റ്റൈലിലും ഉണ്ടാക്കും സാധാരണ. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള പ്രിപ്പറേഷൻ. അപ്പൊ ഇത് കൂളായിട്ട് കേട്ടോ നന്നായിട്ട്. അപ്പൊ നമ്മുടെ ചോറ് കൂളായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് 1 കപ്പോളം തൈര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1/2 കപ്പ് ഒഴിക്കാം. അപ്പൊ 1.5 കപ്പിന് തൈരാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഈ സമയത്ത് ഉപ്പില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് അതിൽ സ്വല്പം മാത്രം നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളത് ഇടാം. അതുപോലെ മല്ലിയില ചോപ്പ് ചെയ്തതും സ്വല്പം മാറ്റി വെച്ച് ബാക്കി എല്ലാം ഇതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ, എണ്ണ ചൂടായി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉഴുന്നുപരിപ്പും നമ്മുടെ പൊട്ടുകടലയും. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ. ഇനി നമ്മുടെ വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇഞ്ചിയും മുളകും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടാൽ മതി, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ആ വേപ്പിലയും ഒക്കെ ഒന്ന് ക്രിസ്പി ആയി വരും. അതുപോലെ ആ പരിപ്പൊക്കെ റോസ്റ്റ് ആയി വരും സമയത്ത് നമുക്ക് കുറച്ച് 2 നുള്ളു മതി കേട്ടോ കായംപൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് പോംഗ്രാനേറ്റ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് അങ്ങനെ ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ.